ഇൻഫോ പാർക്കിൻ്റെയും സെസ്സിൻ്റെയും ഒക്കെ തിരക്കുകളിൽ നിന്നൊഴിഞ്ഞ് കാക്കനാട് പ്രദേശത്ത് നിന്നൊരു യാത്ര പോകണമെന്ന് ആലോചിച്ചപ്പോഴാണ് വാട്ടർ മെട്രോ എന്ന ആശയം മനസ്സിലുദിച്ചത്. അങ്ങനെ കൊച്ചി വാട്ടർ മെട്രോയുടെ മനോഹരമായ കാഴ്ചകൾ കാണാൻ ഞാനും സുഹൃത്ത് ഗോപികയും കാക്കനാട് മെട്രോ സ്റ്റേഷനിലെത്തി. ഏകദേശം ഉച്ചയടുപ്പിച്ചുകൊണ്ടായിരിക്കണം മെട്രോ സ്റ്റേഷനിൽ പൊതുവെ വലിയ തിരക്കൊന്നുമില്ല. കൊച്ചി വാട്ടർ മെട്രോയുടെ വെബ്സൈറ്റിൽ നോക്കി ഓരോ ട്രിപ്പിന്റെയും സമയം മനസ്സിലാക്കിയാൽ അധികം സമയനഷ്ടമില്ലാതെ യാത്ര ചെയ്യാം. മെട്രോ സ്റ്റേഷനിൽ വലിയ തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് കിട്ടി. കാക്കനാട് മുതൽ വൈറ്റില വരെ ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ക്യൂവിൽ ആദ്യം ഇടം പിടിച്ചു. മെട്രോയിൽ ആദ്യം കയറിയതും ഞങ്ങൾ തന്നെയായിരുന്നു. അതുകൊണ്ട് സൈഡ് സീറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായില്ല. സന്തോഷം. സ്ഥിരം യാത്ര ചെയ്യുന്നവർക്കും കൊച്ചിക്കാർക്കും ഒന്നും ഒരുപക്ഷെ വാട്ടർ മെട്രോ വലിയ സംഭവമായി തോന്നില്ലായിരിക്കും. മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വരുന്നവർക്കെല്ലാം വാട്ടർ മെട്രോ നല്ലൊരു അനുഭവമാണ്. ഞങ്ങളുടെ സഹയാത്രികരെല്ലാം എത്തി പതിയെ പതിയെ സീറ്റെല്ലാം നിറയാൻ തുടങ്ങി. കൊച്ചിയുടെ മറ്റൊരു മുഖം കാണാൻ കഴിയും എന്നതാണ് ഈ യാത്രയുടെ പ്രധാന സവിശേഷത. പച്ചപ്പ് നിറഞ്ഞ ഒഴിഞ്ഞ പറമ്പുകളും തെങ്ങുംതോപ്പുകളും കായലിനോട് ചേർന്ന് നിൽക്കുന്ന വീടുകളുമെല്ലാം യാത്രയിലുടനീളം കാണാവുന്നതാണ്. തിരക്ക് പിടിച്ച മെട്രോ നഗരം എന്ന രീതിയിൽ മാത്രം കൊച്ചിയെ മനസ്സിലാക്കിയ എനിക്ക് ഈ യാത്ര സമ്മാനിച്ചത് പുതിയ അനുഭവങ്ങളും അറിവുകളുമാണ്. മറ്റു ബോട്ടുകളെ അപേക്ഷിച്ച് ഈ ബോട്ടിൽ വലിയ ഉലച്ചിലുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇരിക്കുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുള്ള സൗകര്യം ഇവിടെയുണ്ട്. വിവിധ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന വാട്ടർ മെട്രോ ബോട്ടുകൾക്കെല്ലാം കേരളത്തിലെ തുറമുഖങ്ങളുടെ പേരാണ് നൽകിയിരിക്കുന്നത്. ബേപ്പൂർ, നീണ്ടകര, മുസരീസ്, ഏഴിമല, അങ്ങനെ. ഒരുപക്ഷെ മുതിർന്ന മനുഷ്യരെക്കാളും ഈ യാത്ര ഒരുപാട് എൻജോയ് ചെയ്തത് ഈ കുട്ടികളായിരിക്കും. ഓട്ടം, ചാട്ടം, വീഴ്ച, ഒരു പ്ലേ സ്കൂൾ വൈബ്. വൈറ്റില സ്റ്റേഷൻ എത്തിയതോടെ ബോട്ട് വളരെ പതിയാണ് പോയത്. കുളവാഴയായിരുന്നു ആ സ്പീഡ് ബ്രേക്കർ. ഇത് ഉടനെ തന്നെ വാരി മാറ്റുമെന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ഇന്നത്തെ മെട്രോ യാത്ര ഏറെക്കുറെ അവസാനിച്ചു. ഇനി മെട്രോ സ്റ്റേഷന് പുറത്തേക്ക്. വളരെ ചിലവ് കുറഞ്ഞതും ഒരുപാട് അനുഭവങ്ങൾ സമ്മാനിച്ചതുമായ യാത്ര അങ്ങനെ ഇവിടെ അവസാനിച്ചു. ഒഴിവു സമയങ്ങളിൽ യാത്ര ചെയ്യുക, നാടിനെ അറിയുക.